Good morning, my dear students. Today's class models of organizational behavior. ഇപ്പൊ മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് വണ്ടികളുടെ ഒക്കെ മോഡൽ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ? ഏകദേശം അങ്ങനെ തന്നെ. നമ്മൾ ഇപ്പൊ ഓർഗനൈസേഷന്റെ പോയിന്റ് നോക്കാച്ചാ വേറൊരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് സൊല്യൂഷൻ കാണാനായിട്ട് പല ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യും അല്ലേ? അങ്ങനെ പല ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെ ഓരോ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഓരോ മോഡൽ. അങ്ങനെ നമുക്ക് ആ പ്രോബ്ലത്തിന്റെ നേച്ചർ അനുസരിച്ച് ഏത് ടെക്നിക്കാണോ അപ്ലിക്കബിൾ ആവുന്നത് അതനുസരിച്ച് അത് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് ജനറൽ ആയിട്ട് എന്ത് വരുന്നത് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പൊ മോഡൽസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വിച്ച് ഹെൽപ് ടു അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് തിങ്സ് ആൻഡ് ഐഡിയാസ്. കോംപ്ലക്സ് ആയിട്ടുള്ള തിങ്സും കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസും ഒക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ടെക്നിക്സിനെയാണ് പറയുന്നത് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ OB-യിൽ വെച്ച് നോക്കുമ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഗ്രൂപ്പ് ബിഹേവിയർ, ഓർഗനൈസേഷൻ ബിഹേവിയർ, ഈ 3 ബിഹേവിയറും വളരെ കോംപ്ലക്സ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ് OB എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്നതും ഒരുപോലെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. അവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ ഡിഫറെന്റ് ആണ്, ഓരോ ഗ്രൂപ്പിലുള്ളത്, അങ്ങനെ ഓർഗനൈസേഷൻ ബിഹേവിയർ വ്യത്യാസമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തിങ്സ് ആണ്, അല്ലെങ്കിൽ ഐഡിയാസ് ആണ് ഇതിൽ വരുന്നത്, OP-യിൽ വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില മോഡൽസ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്തുണ്ടായിരിക്കും? കുറെ വേരിയബിൾസ് ഉണ്ടായിരിക്കും, ചില കൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. അവരൊരുമിച്ചായിരിക്കും അവിടെ പ്രോബ്ലംസ്, ആ വേരിയബിൾസും അല്ലാതെ ഉണ്ടാകുമ്പോഴാണ് ആ ഓർഗനൈസേഷനിലുള്ള കാര്യങ്ങൾ വളരെ കോംപ്ലക്സ് ആയിട്ട് മാറുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടുത്തെ ജനങ്ങളെ, അവിടെയുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ആർക്കറിയേണ്ടതാണ്? മാനേജേഴ്സിനെ അറിയേണ്ടതാണ്. അപ്പൊ അവർക്ക് അതിനേക്കാൾ മുൻപ് എന്ത് അറിയേണ്ടതാണ്? അവിടെയുള്ളവരുടെ കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ജനറൽ ആയിട്ട് ഹ്യൂമൻ ബിഹേവിയറിന്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ച് അറിയേണ്ടതാണ്. അതുപോലെ തന്നെ അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോന്നിനും ഏത് തരത്തിലുള്ള മോഡൽസ്, നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഏത് മോഡലായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടതെന്ന് അറിയേണ്ടത് ആരുടെ അത്യാവശ്യമാണ്? മാനേജേഴ്സിന്റെ അത്യാവശ്യമാണ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കും ഇതിനു വേണ്ടിയിട്ട് പല ഓർഗനൈസേഷനിലും പല മാനേജേഴ്സും യൂസ് ചെയ്യുന്നത്. അത് മിക്കതും അസെപ്ഷന്റെ ബേസിൽ ആ ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിന്റെ നേച്ചർ നോക്കിയിട്ട്, അതുപോലെ തന്നെ അവിടെ എത്രമാത്രം ഈവൻസ് ഇന്റർപ്രിറ്റേഷൻസ് അവിടെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ മോഡൽസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ, അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഗൈഡ് ആയിട്ട് ആര് യൂസ് ചെയ്യുന്നു? മാനേജേഴ്സ് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ടു മാനേജ് ദ ഹ്യൂമൻ ബീയിങ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. അപ്പൊ അങ്ങനെയുള്ളതാണ് ഈ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പൊ മോഡേൺ ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ എന്തുണ്ടായിരിക്കും? കുറേ മോഡൽസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മളുടെ മോഡലായിട്ട് വരുന്നത് ഓട്ടോക്രാറ്റിക് മോഡൽ. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരുന്നുണ്ട്. മാക്സ് വെബർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വൺ ആക്ടർ മാത്രമായിരിക്കുക സോഷ്യൽ റിലേഷൻഷിപ്പ് എന്റെ ഉള്ളിൽ ഞാനാണ് ഏറ്റവും വലിയ ആള്, ഞാൻ പറയുന്ന പോലെ നിങ്ങളൊക്കെ കേൾക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവത്തിനെയാണ് എന്ത് പറയുന്നത്? ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മോഡലിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഓട്ടോക്രാറ്റിക് എൻവയർമെന്റ് അവിടെ ഉണ്ടാകുന്നതായിരിക്കും, ഒരു അതോറിറ്റി അവിടെ ഉണ്ടാകുന്നതായിരിക്കും. മാനേജ്മെന്റ് എന്തിലായിരിക്കും? മാനേജ്മെന്റ് ആ അതോറിറ്റിയിൽ വിശ്വസിക്കുന്നതായിരിക്കും. അവരായിരിക്കും വിശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബെറ്റർ ഹെൽത്തും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടെന്ന് കണ്ണടച്ച് എംപ്ലോയീസ് അവിടെ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് വരുന്നത് ഓട്ടോക്രാറ്റിക് മോഡലില് എംപ്ലോയീസ് ഓറിയന്റേഷൻ ഈസ് ഒബീഡിയൻസ് ടു ദ ബോസ്. എംപ്ലോയീസിനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു ഒബീഡിയന്റ് ടു ബോസ്. ബോസ് പറയുന്നതൊക്കെ ഒബീഡിയന്റ് ആയിട്ട് കേൾക്കുക, അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ബോസുകളായിരിക്കും ആബ്സല്യൂട്ട് ആയിട്ടുള്ള
ആബ്സല്യൂട്ട് ആയിട്ടുള്ള പവർ അവർക്കായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും എംപ്ലോയീസിന്റെ മേൽ എല്ലാ പരമാധികാരം ആർക്കായിരിക്കും? ഈ ഓട്ടോക്രാറ്റിക് മോഡലിലുള്ള മാനേജേഴ്സിനായിരിക്കും. അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പലരും അതിനെ എതിർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. റോബർട്ട് F.W. ടൈലർ, അതിൽ വരുന്നുണ്ട് തിയറി എക്സ്, തിയറി വൈ, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഫീച്ചറാണ് ഓട്ടോക്രാറ്റിക് മോഡലില്, മോഡൽ ഹാസ് ബീൻ സക്സസ്ഫുൾ ഇൻ സം സിറ്റുവേഷൻ. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു മോഡൽ എന്തായാലും ഒരു സിറ്റുവേഷനിൽ സക്സസ്ഫുൾ ആയതുകൊണ്ടാണല്ലോ OB-യിൽ ഈ മോഡൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ ബോസിനെ റെസ്പെക്ട് ചെയ്യണം, ബോസ് പറയുന്നതാണ് ഫുൾ അതോറിറ്റി ആയിട്ടുള്ളത്, അതൊക്കെ അതിൽ കുറെ ഡ്രോബാക്സ് ഉണ്ടെങ്കിലും എവിടെയൊക്കെയോ അത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു മോഡൽ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓട്ടോക്രാറ്റിക് മോഡൽ ചില സിറ്റുവേഷനിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതായത് വർക്കേഴ്സ് ആർ ആക്ച്വലി ലേസി ആൻഡ് ഹാവ് എ ടെൻഡൻസി ടു ഷെർക്ക് വർക്ക്. ലേസി ആയിട്ട് തരം കിട്ടിയ എന്താ പറ്റിക്കുന്ന സ്വഭാവമായിട്ട് നടക്കുന്നവർക്ക് ഏത് അവിടെ അവരെ ശരിയാക്കാനായിട്ട് വേറെ വഴിയേ ഇല്ല. അല്ലെങ്കിൽ അവർ തർക്കുത്തരം പറഞ്ഞ് റെഡി ആയിട്ട് കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വർക്ക് അവർക്ക് ടൈം ബൗണ്ട് ആയിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ഈ പണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്ന് അവരെ ത്രട്ടൺ ചെയ്യാനായിട്ട്, പേടിപ്പിച്ചുകൊണ്ട് അങ്ങനെ അവരെ ഒബേ ചെയ്യിപ്പിക്കുക, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒബേ ചെയ്യിപ്പിക്കുക. അത് അവർ ആ വർക്ക് ആ സമയത്തിനുള്ളിൽ കഴിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഓർഗനൈസേഷന്റെ വർക്കൊക്കെ സ്മൂത്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോക്രാറ്റിക് മോഡൽ തന്നെയാണ് അവിടെ വേണ്ടിവരാം. അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ഇൻ ആൻ ഓട്ടോക്രാറ്റിക് മോഡൽ ഈസ് നെഗറ്റീവ് ബിക്കോസ് ദി എംപ്ലോയീസ് ആർ അൺഇൻഫോംഡ്, ഇൻസെക്യൂർ ആൻഡ് എഫ്രൈഡ്. അതിൽ ഡ്രോബാക്സ് ഉണ്ട്. ഓട്ടോക്രാറ്റിക് ലീഡർ ഒരാൾ മാത്രം ഭയങ്കര ഇതിൽ വരുന്നത്. അപ്പൊ ഇപ്പൊ പ്രിൻസിപ്പാൾ ഓട്ടോക്രാറ്റിക് ആണെങ്കിലോ ഞങ്ങൾ ടീച്ചേഴ്സിനൊക്കെ ആകെ പേടിയാകും, പറയുന്നത് അനുസരിക്കും, വേറെ ഒന്നും അങ്ങോട്ട് പറയാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. Nowadays, this model is not as applicable in strict sense because there are minimum wages laws in most of the countries. ഇപ്പോഴത്തതില് ഈ മോഡല് നോട്ട് അപ്ലിക്കബിൾ ഇൻ സ്ട്രിക്റ്റ്, ഓട്ടോക്രാറ്റിക് മോഡൽ അത്രയ്ക്കും അപ്ലിക്കബിൾ അല്ല. ഓക്കെ, രണ്ടാമത്തെ മോഡലാണ് കസ്റ്റോഡിയൽ മോഡൽ. കസ്റ്റോഡിയൽ മോഡൽ എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് മോഡലിന്റെ ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് നിലവിൽ വന്നിട്ടുള്ളതാണ്. അതായത് എംപ്ലോയീസിന് ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കും, ഫ്രക്ചറേഷൻ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോക്രാറ്റിക് മോഡലിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിലൊക്കെ അവരുടെ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി, ഫ്രക്ചറേഷൻ അതൊക്കെ എക്സ്പെൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവരുടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് വളരെ നന്നാക്കി എടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള മാനേജേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള മോഡലാണ് കസ്റ്റോഡിയൽ മോഡൽ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്: ദി സക്സസ് ഓഫ് ദി കസ്റ്റോഡിയൽ മോഡൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇക്കോണമിക് റിസോഴ്സസ്. ഇപ്പൊ ഞാനും നിങ്ങളും ഭയങ്കര റിലേഷൻ, നല്ല ഫ്രണ്ട്ലി റിലേഷൻ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? നിങ്ങൾക്ക് തരുന്ന റിസോഴ്സസ് നല്ലതായിരിക്കണം. അതായത് ഞാൻ ഈ സബ്ജക്ട് ക്ലാസ് എടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര വർദ്ധനം, വീട്ടുവിശേഷമൊക്കെ ചോദിച്ചിരിക്കുന്നു, അങ്ങനെ സിനിമ കണ്ട വിശേഷങ്ങൾ ചോദിക്കണു, ഇന്നലെ ടി വിയിൽ എന്തൊക്കെ കണ്ടു ചോദിക്കണു, അങ്ങനെ അങ്ങനെ വന്നിട്ട് ഒരു ദിവസം വന്ന് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം. അപ്പൊ നിങ്ങൾ പറയും, അയ്യോ നല്ല ടീച്ചറല്ലേ, എന്ത് നല്ല ടീച്ചറാ, എന്താ നമ്മളോട് എത്ര ഫ്രണ്ട്ലിയാന്ന് പറയും. സമ്മതിച്ചു. പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ ഇങ്ങനെ തന്നെ, ഇന്നത്തെ പേപ്പറിലെ വിശേഷം ഇത്, ഇന്നലെ ഇതിങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കാം. അങ്ങനെ കുറച്ച് അപ്പൊ നിങ്ങളെ ഈ ടീച്ചർ എന്താ ഇങ്ങനെ ക്ലാസ് എടുക്കണമെന്നില്ലല്ലോ അല്ലേ, മടിയാന്ന് തോന്നുന്നു ക്ലാസ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനറിയില്ലേ, ക്ലാസ് എടുക്കാൻ അതിനറിയില്ലാന്ന് തോന്നുന്നു, ഒരു വിവരമില്ലാന്ന് തോന്നുന്നുണ്ട് ആൾ. അതിന് വേണ്ടിയിട്ട് നമ്മളെ സോപ്പിടാന്ന് അങ്ങനെ നിങ്ങൾ പലതരത്തിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് നല്ലൊരു റിലേഷൻഷിപ്പ്, ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ ആ ടീച്ചർ ഒരു ടീച്ചർ തന്നെ ആയിരിക്കണം. ഏതാണോ ആ ടീച്ചർ എടുക്കുന്ന സബ്ജക്ട് എന്നുള്ളത് അതിനെ കുറിച്ചൊരു അവയർനെസ് നിങ്ങൾക്ക് തന്നിരിക്കണം ടീച്ചർ. പിന്നെയാണ് പിന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ കസ്റ്റോഡിയൽ മോഡലില് എംപ്ലോയറും എംപ്ലോയി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എങ്ങനെയുള്ള അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇക്കോണമിക് റിസോഴ്സസ്. അതായത് ഇക്കോണമിക് ആയിട്ടുള്ള ഞാൻ ഒരു സ്ഥലത്തേക്ക് പണിക്ക് പോണു, ഒരു ഫാക്ടറിയിൽ പണിക്ക് പോണു. അവിടെ ടൈൽ ഫാക്ടറിയാണ്. അപ്പൊ മണ്ണൊക്കെ കുഴച്ചു കൊടുക്കാനായിട്ട് ഞാൻ പണിക്ക് പോവാണ്. അവിടുത്തെ യജമാനൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് വർത്തമാനം പറഞ്ഞ് സോപ്പിട്ട് അയ്യോ ഭയങ്കര സന്തോഷിപ്പിക്കില്ല. വൈകുന്നേരമായിട്ട് കൂലിയൊന്നുമില്ല, നല്ല റിലേഷൻ അല്ലേ?
അപ്പൊ അങ്ങനെ പറ്റില്ല. എന്തുണ്ടായിരിക്കണം? ഇക്കോണമിക് റിസോഴ്സസ് ഉണ്ടായിരിക്കണം. അതായത് റിവാർഡ് കൊടുക്കുന്നത്, ബെനിഫിറ്റ് കൊടുക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് വരേണ്ടതാണ്. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതൊരു ഫീച്ചർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ കസ്റ്റോഡിയൽ മോഡൽ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ബോസിനെ തന്നെയാണ്. വെൽഫെയർ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ എംപ്ലോയീസ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കേണ്ടതാണ്, സ്ട്രോങ്ലി മോട്ടിവേറ്റഡ് ആയിരിക്കേണ്ടതാണ്. ഓൺലി പാസീവ് കോപ്പറേഷൻ മാത്രമേ അങ്ങനെയുള്ള അവസരത്തിൽ മാത്രം പാസീവ്, അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ അവർക്ക് അവിടെ വേറെ ഒരു പ്രോബ്ലം ഉണ്ടാകാനായിട്ട് പാടില്ല. ഈ മോഡലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് എനിക്കിപ്പോ ഞാനൊരു ഫാക്ടറിയിൽ പണിക്ക് പോകണം, എനിക്ക് നല്ല റിവാർഡ് തരുന്നുണ്ട്, റെമ്യൂണറേഷൻ തരുന്നുണ്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, എനിക്ക് കുറെ വെൽഫെയർ മെഷേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? ഞാൻ എനിക്ക് വളരെ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കസ്റ്റോഡിയൻ മോഡലിൽ എംപ്ലോയീസിന് നല്ല സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഇതിലെ മെറ്റീരിയൽ റിവാർഡ്സും അവർക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള കുറെ റിവാർഡ്സും അവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള മോഡലാണ്. അടുത്ത മോഡലാണ് സപ്പോർട്ടീവ് മോഡൽ. സപ്പോർട്ടീവ് മോഡൽ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എ സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ് ആയിട്ട് വരുന്നതാണ്. സപ്പോർട്ടീവ് അതിൽ നിന്ന് ഉണ്ടാക്കിയതാണ് സപ്പോർട്ടീവ് മോഡൽ. സപ്പോർട്ടീവ് മോഡൽ ഉള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ്. സപ്പോർട്ടീവ് മോഡൽ ഡിപ്പെൻഡ്സ് ഓൺ ലീഡർഷിപ്പ് ഇൻസ്റ്റെഡ് ഓഫ് പവർ ഓർ മണി. എനിക്ക് നല്ല പവർ ഉണ്ട്, പൊളിറ്റിക്കൽ പവർ ഉണ്ട്, എനിക്ക് നല്ല പൈസയുണ്ട്, അന്നങ്ങനെ നോക്കിയിട്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ പാടില്ല. അതിന് പകരം ഞാൻ നല്ലൊരു ലീഡർ ആകാം, നിങ്ങൾ എല്ലാവരെയും കൊണ്ടു നടക്കുന്ന നല്ലൊരു ലീഡർ ആയിരിക്കും. അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് മാനേജ്മെന്റ്. അങ്ങനെ ആയിരിക്കണം, നല്ലൊരു ലീഡർ ആയിരിക്കണം. അല്ലാതെ ഞങ്ങളുടെ ഫാക്ടറിയിൽ വന്നിട്ട് നിങ്ങൾ വന്ന് പണിയെടുക്കുന്നവരാണ് എന്നുള്ള ആ പവർ അവിടെ കാണിച്ചെന്തുണ്ടായിരിക്കും? ഞങ്ങൾക്ക് നിങ്ങളെ പോലെ ഒന്നല്ല, നിങ്ങൾ വെറുതെ ഞങ്ങളുടെ അടുത്ത് കളിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ എത്ര പൈസ അറിയോ, നിങ്ങൾക്ക് കൂലി തരുന്നത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരു ധാർഷ്ട്യം കാണിച്ച എന്തുണ്ടായിരിക്കും? പിന്നെ ആരെങ്കിലും അവിടേക്ക് പണിക്ക് പോകാൻ ഇഷ്ടമുണ്ടാവോ? അപ്പൊ അങ്ങനെയുള്ളതൊന്നും അവിടെ കാണിക്കാൻ പാടില്ല. അവിടെ എന്തുണ്ടായിരിക്കണം? ജസ്റ്റ് ഒരു ലീഡർ ആയിട്ടായിരിക്കണം അവിടെ ആക്ട് ചെയ്യേണ്ടത്. ലീഡർ അവിടെ അസ്യൂംസ് ദാറ്റ് വർക്കേഴ്സ് വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഞാൻ ലീഡർ ആകുന്ന എന്റെ കീഴിലുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ വർക്കൊക്കെ ഇതാണ്, ഇതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കണം, നിങ്ങൾ അതൊക്കെ ചെയ്തു തരേണ്ടതാണ്. നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്ത് നിങ്ങൾ അതിൽ നോളജ് ലേണിംഗിൽ കൂടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആക്കണം. നിങ്ങൾ ലേസി ആവരുത്, നിങ്ങൾ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യേണ്ടതാണ്, ഡെവലപ്പ് ചെയ്യേണ്ടതാണ്, പ്രൊമോഷനൊക്കെ എടുക്കേണ്ടതാണ് അതാത് സമയത്ത്. അങ്ങനെ 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 ആയിട്ട് നിങ്ങളെ മീൻസ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എംപ്ലോയീസിന് എന്ത് കൊടുക്കേണ്ടതാണ്? എപ്പോഴും ഓറിയന്റേഷൻ ആയിട്ടുള്ളത് കൊടുക്കേണ്ടതാണ്. സൈക്കോളജിക്കൽ നീഡ്സ് അവരുടെ മീറ്റ് ചെയ്യേണ്ടതാണ്. മെഗ്രഗേഴ്സിന്റെ തിയറി അവിടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അവരുടെ സപ്പോർട്ടീവ് ബിഹേവിയർ ഹെൽപ്പ് ഇൻ ക്രിയേറ്റിംഗ് ഫ്രണ്ട്ലി സുപ്പീരിയർ സബോർഡിനേറ്റ് ഇന്ററാക്ഷൻ. അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള മോഡൽ എന്തുണ്ടാക്കിയെടുക്കും? ആ ഓർഗനൈസേഷനിൽ നല്ലൊരു സുപ്പീരിയർ സബോർഡിനേറ്റ് ഇന്ററാക്ഷൻ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ അങ്ങനെയുള്ള മോഡലാണ് സപ്പോർട്ടീവ് മോഡൽ. ഇനി അടുത്ത മോഡലാണ് കൊളേജിയൽ മോഡൽ. കൊളേജിയൽ മോഡൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദി സപ്പോർട്ടീവ് മോഡൽ. സപ്പോർട്ടിംഗ് മോഡലിന്റെ തന്നെ ഒന്നും കൂടി എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നതാണ്. അതിലെ കൊളേജിയൽ മോഡൽ എന്ന് പറഞ്ഞ ഡിക്ഷണറി മീനിങ് എന്ന് പറയുന്നത് ഈസ് എ ബോഡി ഓഫ് എ പേഴ്സൺസ് ഹാവിംഗ് എ കോമൺ പർപ്പസ്. കോമൺ പർപ്പസിന് ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു ബോഡിനെ പറയുന്നതാണ് കൊളോജിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മോഡല് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എംപ്ലോയീസിന്റെ ആവശ്യം ഉണ്ട്. അപ്പൊ അവര് എല്ലാവരും ആ കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മോഡലാണ് കൊളേജിയൽ മോഡൽ. ഇങ്ങനെ ഈ മോഡല് ഫേവറബിൾ ക്ലൈമറ്റ്, നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാക്കുന്നു, വർക്കേഴ്സിന് നല്ല ഫീലിംഗ് ആയിരിക്കും, അവരും ഓർഗനൈസേഷന്റെ പാർട്ട്നേഴ്സ് ആണെന്ന് തോന്നും, അവരും മാനേജേഴ്സിന്റെ ഒപ്പം തന്നെ ഉള്ളവരാണെന്നൊരു ഫീലിംഗ് അവർ വരും. അവര് ഈ റെസ്പെക്ട് ഈച്ച് അതർ, മാനേജർ എംപ്ലോയീസിനെയും റെസ്പെക്ട് ചെയ്യും, എംപ്ലോയീസ് മാനേജേഴ്സിനെയും റെസ്പെക്ട് ചെയ്യും. നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കി എടുക്കും. അതോടൊപ്പം തന്നെ നല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് ഇൻവോൾവ്മെന്റ്, ജോബ് കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. റിസർച്ച് ലാബോറട്ടറീസ് ഒക്കെ ഉണ്ടായിരിക്കും, അതിൽ ഒക്കെ അവർ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നതായിരിക്കും. ഇനി ഇത് കൂടാതെ വേറെ കുറെ കുഞ്ഞു കുഞ്ഞു മോഡൽസ് ഉണ്ട്. അതർ മോഡൽസ്, നോർമറ്റീവ് മോഡൽസ്, എംപെരിക്കൽ മോഡൽസ്, ഇക്കോളജിക്കൽ മോഡൽസ്, നോൺ ഇക്കോളജിക്കൽ മോഡൽസ്, ഐഡിയോഗ്രാഫിക് മോഡൽസ്, നോമോതെറ്റിക് മോഡൽസ്. അതിൽ നോർമറ്റീവ് മോഡൽസ് എന്ന് പറയുന്നത് സീക്ക് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രൊഡ്യൂസ് ഒപ്റ്റിമം റിസൾട്ട്. മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നോർമറ്റീവ് മോഡലിൽ പറയുന്നത്. എംപെരിക്കൽ മോഡലിൽ പറയുന്നത് കൺസേൺഡ് വിത്ത്
what should be done. Empirical models describe activities of the employees actually perform. Employees ഏതൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം ആക്ച്വലി പെർഫോം ചെയ്യേണ്ടത്. ഇക്കോളജിക്കൽ മോഡൽ എന്ന് പറയുന്നത് ബിസിനസ് എന്റർപ്രൈസസ് എക്സിസ്റ്റിന്റെ വാക്കുമാണ്. അത് എപ്പോഴും എൻവയറമെന്റ് ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നു, ഇന്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇക്കോളജിയെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു. നോൺ ഇക്കോളജിയിൽ പറയുന്നത് ഓപ്പോസിറ്റ്, അതായത് ഇക്കോളജിക്കൽ മോഡൽ എൻവയറമെന്റ് വളരെ എൻവയറമെന്റ് ആയിട്ട് ഇതുണ്ടാവുമ്പോൾ കുറെ കോംപ്ലക്സ് ആയിട്ടുള്ളത് വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിൽ നോട്ട് ഹെൽപ്പ് ഇൻ ജനറലൈസിങ് ആ ഒരു എൻവയറമെന്റിനെ നോക്കാതെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്, പർട്ടിക്കുലർ ആയിട്ട് ചെയ്യുന്നതാണ്. ഐഡിയോഗ്രാഫിക് മോഡൽ എന്ന് പറയുന്നത് ഡെവലപ്ഡ് ഐഡിയൽ വിത്ത് സ്പെസിഫിക് കേസസ്. ചില പ്രത്യേക കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അതിൻ്റെതായിട്ടുള്ള ഐഡിയൽസും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് സിംഗിൾ നേഷൻ, സിംഗിൾ ഓർഗനൈസേഷൻ, സിംഗിൾ ഗ്രൂപ്പ്, ഇൻഡിവിജ്വൽ, ബയോഗ്രാഫി, ഹിസ്റ്റോറിക്കൽ, അങ്ങനെയുള്ള അതിലൊക്കെ അതിനു വേണ്ടി മാത്രം നമുക്ക് സൊല്യൂഷൻ കാണാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള മോഡൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വരുന്നതിനെയാണ് ഐഡിയോഗ്രാഫിക് മോഡൽ എന്ന് പറയുന്നത്. നോമോത്തറ്റിക് മോഡൽസ് എന്ന് പറയുന്നത് ജനറൽ സിറ്റുവേഷനിൽ വരുന്നതാണ്. നേരെ ഓപ്പോസിറ്റ്, മറ്റേത് പർട്ടിക്കുലർ സിറ്റുവേഷനിൽ, ഇത് ജനറൽ സിറ്റുവേഷനിൽ തിയറി ബിൽഡിങ്ങിൽ മാക്രോ ലെവൽ ബേസിലൊക്കെ അങ്ങനെയുള്ള ജനറലൈസേഷൻ ആയിട്ട് ലോസ്, ഹൈപ്പോത്തസിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിലാണ് നോമോത്തറ്റിക് മോഡൽസ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസ് ഓഫ് എ ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.